സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു കടലക്കറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ കടല കുതിർത്തിട്ടുണ്ട്. അത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറഞ്ഞ അളവിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെള്ളക്കടലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് 3 വിസിൽ വന്നിട്ട് അതിൻ്റെ എയർ കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. 3 വിസിൽ വരുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവോളം കടല എടുത്തിട്ട് ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നല്ല കട്ട തൈര് തന്നെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകം, പിന്നെ പട്ട, ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു സ്റ്റെം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടെ ചേർത്തിട്ട് ഒരു 75% നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു പരുവം വരെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു വലിയ തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസാക്കി വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് ഈ ഒരു സവാളയുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് ആ ഒരു തക്കാളി ജ്യൂസ് എടുത്തിട്ടുള്ള പാത്രത്തിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതിൽ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1-2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി കിട്ടും. അപ്പോൾ അടച്ച് വെക്കണമെന്നൊന്നുമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. ഇതിലുള്ള ബാക്കിയുള്ള ആ ഒരു വെള്ളമയവും കൂടെ നന്നായിട്ട് വറ്റിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടുന്ന വരെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ ഡ്രൈ ആയി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടലയുടെയും ആ ഒരു തൈരിൻ്റെയും മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജാറിൽ കംപ്ലീറ്റ് ഇതുപോലെ വടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിത് ഈ ഒരു ആ ഒരു പേസ്റ്റ് ഇതിന് മസാലക്കൂട്ടിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഇതേപോലെ വഴറ്റി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമുക്ക് ആ മിക്സിയുടെ ജാറിൽ മാറ്റി വെച്ചിട്ടുള്ള വെള്ളം, ആ മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടാം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കടല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടല ചേർത്ത് കൊടുത്തതിന് ശേഷം കടലയിൽ ഉള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് ലൂസാക്കി എടുക്കരുത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കടലിലുള്ള വെള്ളം മാത്രമേ ഇതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് കടലക്കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിപ്പോൾ ഞാനിത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കടലക്കറി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളക്കടല റെഡി ആയിട്ടുണ്ട്. നമുക്ക് തേങ്ങയൊന്നും വറുത്തരക്കൊന്നും വേണ്ട. നല്ല ടേസ്റ്റ് ആയിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം.